സംസ്കാരം വൈകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സംസ്കാരം വൈകിട്ടോടുകൂടി പൊതുശ്മശാനത്തിലായിരിക്കും. കാരണം ഉച്ചയ്ക്ക് മുൻപ് നടത്തണമെന്ന് കുടുംബം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവിടെ അവനെ കാണാൻ വേണ്ടി ആളുകൾ ഒഴുകിയെത്തുകയാണ്. അനന്തപുരം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി വലിയൊരു ജനാവലി തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട്, അവിടെയുള്ള അവന്റെ സുഹൃത്തുക്കളുണ്ട്, അവന്റെ സഹപാഠികളുണ്ട്. ആ പ്രദേശത്ത് അവനെ അറിയുന്ന ആളുകളൊക്കെ അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ജനാവലി തന്നെ, വലിയൊരു ആൾക്കൂട്ടം തന്നെ അനന്തുവിനെ അറിയുന്ന ആ ആളുകൾ, അവിടെയുള്ള ആളുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അനന്തുവിന്റെ അച്ഛനെ ആശ്വസിപ്പിക്കാൻ അവിടെയുള്ള ആളുകൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും ആ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാമായിരുന്നു. ജീവനാണ് ഇപ്പോൾ ചേതനയറ്റ് ആ വെള്ള തുള്ളിക്കുള്ളിൽ കിടക്കുന്നത്. കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയ മകൻ ഇങ്ങനെ തിരിച്ചു വീട്ടുമുറ്റത്തേക്ക് വരുമെന്ന് അവർ ഒരിക്കലും ഓർത്തു കാണില്ല. ആ വേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ പ്രയാസപ്പെടുകയാണ് ബന്ധുക്കൾ. നേരത്തെ നെഞ്ചു പൊട്ടി അമ്മ കരയുന്നത് നമ്മൾ കേട്ടിരുന്നു. അവസാനമായി അവനെ യാത്ര അയക്കാൻ, അവന് അന്ത്യചുംബനം നൽകാൻ വേണ്ടി അമ്മയെ അവന്റെ അനന്തുവിന്റെ മൃതദേഹത്തിന് അരികിലേക്ക് എത്തിച്ചപ്പോൾ നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു അമ്മ. ഇപ്പോഴും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനും കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം വലിയൊരു ജനസഞ്ചയം തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്, വലിയ ആൾക്കൂട്ടം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അനന്തുവിനെ കാണാനും അനന്തുവിന് യാത്ര ചൊല്ലാനും വൈകാരികമായ നിമിഷങ്ങളാണ് അവിടെ മുഴുവൻ. അവനെ അറിയുന്ന ആളുകൾ മുഴുവൻ നെഞ്ചുപൊട്ടി കരയുകയാണ്.